إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ ഉപജീവനത്തിനു വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമവും മതപരമായി പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് ഇസ്ലാമിൻ്റെ കൽപ്പനയുണ്ട്, അധ്യാപനമുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ഉപജീവനമായി ജീവൻ നിലനിർത്താൻ വേണ്ടി കണ്ടെത്തുന്ന മാർഗങ്ങൾ, നമ്മുടെ പല നിലക്കുള്ള ചെലവുകളെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മൾ അവലംബിക്കുന്ന മാർഗങ്ങൾ, അതെല്ലാ നിലക്കും ദീന് പഠിപ്പിക്കുന്ന മാർഗങ്ങളിലൂടെ പോകുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്, പ്രവാചകന്മാരുടെ ശീലമാണ്, അവരുടെ മാർഗമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഇങ്ങനെ സൂറത്തുൽ മുൽക്കിലെ ആയത്താണ് ഈ ഓതിയത്. എന്നതുപോലെ നിങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കുമുള്ള റിസ്കുകൾ, ഉപജീവനങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. അത് അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ള ഉപജീവനത്തെ കണ്ടെത്തുകയും ചെയ്യുക എന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയായിട്ടാണ്, അമ്രായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ഖുർആൻ മുസ്ലിമീങ്ങളോട്, വിശ്വാസികളോട് കൽപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അത് പാലിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചും ചില നബിമാരെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചൊക്കെ അവരൊക്കെ അവരുടെ കൈകൊണ്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുകയും ഉപജീവനമാർഗം കണ്ടെത്തുകയും എന്നിട്ട് ഭക്ഷിക്കുകയും ചെയ്തവരാണ് എന്ന് പഠിപ്പിക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ മാർഗമാണ്, മാതൃകയാണ് സ്വയം അധ്വാനിക്കുക എന്നിട്ട് ആ സമ്പത്തിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വിറക് ചുമലിലേറ്റിക്കൊണ്ട് പോവുകയാണ്. ഫയഹ്മിലഹ അലാ ലഹ്രിഹി ഫയബിഅഹ, എന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി അത് വിൽക്കുന്നു. അങ്ങനെ വിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പുറത്ത് അടയാളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഖൈറുൽ ലഹു മിൻ അയസ്അല റജുലൻ യുഅ്തിയഹു ഔ യംനഉഹു. ഒരു വ്യക്തി അവൻ്റെ കഴിവുകൊണ്ട് കയറെടുത്ത് ആയുധങ്ങളെടുത്ത് കാട്ടിൽ ചെന്ന് വിറക് ശേഖരിച്ച് അത് തൻ്റെ പുറത്തു കൊണ്ടുവന്ന് അങ്ങാടിയിൽ വെച്ച് വിൽക്കുകയാണെങ്കിൽ അതാണ് മറ്റൊരാളെ ആശ്രയിക്കാതെ അവന് അതുകൊണ്ട് അള്ളാഹു മതിപ്പെട്ട് ജീവിക്കാൻ ഒരു തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഖൈർ, അതാണ് ഉത്തമം, ഏറ്റവും ശ്രേഷ്ഠം
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില തൊഴിൽ ചെയ്യുന്ന ഈ കൂട്ടത്തിൽ പല നിലക്കുള്ള തൊഴിലുകൾ ജീവിതത്തിൻ്റെ ഉപാധിയായി ചെയ്യുന്നവരുണ്ടാകും. അവരോടും ഇനി അങ്ങനെ പല നിലക്കുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളോടുള്ള നമ്മുടെ മനോഭാവത്തെയും കുറിച്ച് സ്പർശിക്കാനാണ് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ അള്ളാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെയാണ് സമ്പാദന മാർഗം കണ്ടെത്തുന്നത് എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല. ഒരു പക്ഷേ സാമൂഹ്യമായി ആളുകൾ കൽപ്പിക്കുന്നത് പ്രകാരം അതത്ര നല്ല ജോലിയൊന്നുമല്ല, അതത്ര സ്റ്റാൻഡേർഡ് ഒന്നുമല്ല, ആളുകൾ അങ്ങനെ ബഹുമാനിക്കുന്നതൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നിസാരമായൊരു ജോലിയെക്കുറിച്ച് പറഞ്ഞത് അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിനക്ക് കഴിഞ്ഞു പോകാൻ ഒരാൾക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് എന്നാണ്. അതുകൊണ്ട് ആ നിലക്ക് നമുക്ക് കഴിഞ്ഞു പോകാൻ പറ്റുന്ന ആരോഗ്യവും നമ്മുടെ പരിസരത്തുള്ളതുമായ ഒരു ജോലിയിൽ ഏർപ്പെടാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ അതെത്ര ചെറുതും നിസ്സാരവുമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചൊരു ആത്മാഭിമാന ബോധം ഉണ്ടാകണം എന്നർത്ഥം. സമ്പാദന രംഗത്ത് ഇസ്ലാം നൽകിയ ഏറ്റവും സുപ്രധാനമായ അധ്യാപനം അത് ഏത് നിലക്കും സമ്പാദിക്കാം, എത്രയും സമ്പാദിക്കാം. പക്ഷേ ദീന് കൽപ്പിച്ചിട്ടുള്ള ചില അതിർവരമ്പുകളുണ്ട്, അഥവാ നിഷിദ്ധമാക്കിയ ചില മേഖലകളുണ്ട്. അതിനോട് അടുക്കരുത് എന്ന അധ്യാപനമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ഇത് പല നിലക്കുള്ള വാചകങ്ങളിലൂടെ ഇതേ ആശയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, മനുഷ്യരെ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു പരിശുദ്ധനാണ്, അതുകൊണ്ട് തന്നെ ശുദ്ധിയുള്ളതല്ലാത്തതൊന്നും റബ്ബ് സ്വീകരിക്കുകയില്ല. അത് കർമ്മം കൊണ്ടായാലും സമ്പത്ത് കൊണ്ടായാലും ത്വയ്യിബായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു മുർസലീങ്ങളോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് മുർസലീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? യാ അയ്യുഹർ റസൂൽ, മുർസലീങ്ങളെ, പ്രവാചകരെ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുള്ളതിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത് ഭക്ഷിക്കുക എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളോടും അതേപടി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ സമ്പാദന മാർഗങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ഏർപ്പെടാൻ പറ്റുമ്പോഴും നമ്മൾ ആത്യന്തികമായി ആലോചിക്കുകയും മനസ്സിലാക്കുകയും വളരെ ബോധ്യത്തോടുകൂടെ ഉറപ്പിക്കുകയും ചെയ്യേണ്ട കാര്യം, അള്ളാഹു ഹലാലാക്കി അനുവദിച്ചിട്ടുള്ള പരിശുദ്ധമാക്കിയതൊന്നല്ലാത്തതൊന്നും സമ്പാദ്യമായി തിന്നാനോ ധരിക്കാനോ കിടന്നുറങ്ങാനോ ആയി എനിക്കോ എൻ്റെ കുടുംബത്തിനോ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് നമ്മൾ വരുത്തണം. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ. ആ വിഷയത്തിൽ പിശാചിൻ്റെ മാർഗങ്ങളെ, കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരുത്. അവൻ നിങ്ങളെ പിഴപ്പിക്കാനുള്ള പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു, അന്ത്യദിനത്തോടടുക്കുമ്പോൾ ലയഅതിയന്ന അലന്നാസി സമാനു, ഒരു കാലഘട്ടം വരും, പല നിലക്കുള്ള പ്രശ്നങ്ങളായിരിക്കും. അന്ന് സമ്പത്ത് അധികമായി ആവശ്യം വരും, അതുപോലെ തന്നെ ദാരിദ്ര്യം ഭയക്കുന്നത് കൊണ്ടായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ ആ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകത, ലാ യുബാലി അൽ മർഉ ബിമാ അഖദൽ മാൽ, പണം എവിടെ നിന്നാണ് സ്വരൂപിക്കുന്നത്, സമ്പാദിക്കുന്നത് എന്നതിനെക്കുറിച്ച് അത്ര കണ്ട് ചിന്തിക്കാത്ത മനുഷ്യർ ഉണ്ടാകുന്ന ഒരു ലോകമായിരിക്കും അത്. അമീൻ ഹലാലിൻ അമീൻ ഹറാമിൻ. ഇത് സമ്പാദിക്കുന്നത് എന്താണ്? സമ്പത്തിന് അതിയായ ആവശ്യം ഉണ്ടാകും, അതിൻ്റെ ലഭ്യത കുറവുണ്ടാകും, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇതെവിടെ നിന്നാണ് ഈ പണം എടുക്കുന്നത്, ഈ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, ഏറ്റവും അടിസ്ഥാനപരമായി ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്താതെ സമ്പാദിക്കുന്നതിൻ്റെ ഒരു കാലഘട്ടം, ധാരാളം ആളുകൾ അങ്ങനെ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ആകത്തുകയായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, സബബുകൾ എന്താണ്, എന്തുകൊണ്ടാണ് ഹറാം ഹലാൽ നോക്കാതെ മനുഷ്യർ പണം സമ്പാദിക്കുന്നത്, ഹറാമായാലും കുഴപ്പമില്ല എന്ന നിലക്ക് പണം സമ്പാദിക്കാറുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുന്ന ചില വാചകങ്ങൾ കാണാം. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ബുൽ ഖൗഫി മിനല്ലാഹ്, അതുപോലെ തന്നെ അദ്മുൽ ഹയാ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ലജ്ജ നഷ്ടപ്പെട്ടു പോവുക, അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിനോടുള്ള പേടി നഷ്ടപ്പെട്ടു പോവുക. അത് പൊടുന്നനെ സംഭവിക്കുന്നതല്ല, ഒരു ദിവസം അങ്ങനെ ആയി മറയുന്നതുമല്ല, മറിച്ച് പതുക്കെ പതുക്കെ റഹ്മാനായ റബ്ബിനോടുള്ള പേടിയും അവനോടുള്ള ലജ്ജയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ പിന്നെ സമ്പാദിക്കുന്നിടത്ത് ഹലാൽ ഹറാമുകൾ പരിഗണിക്കാതിരിക്കും. നോക്കൂ, നമ്മുടെ ചുറ്റുപാടും ഹറാമ് സമ്പാദിക്കുന്നവരാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കെ തന്നെ ഹറാമ് സമ്പാദിക്കുന്നവർ, പലിശയിലൂടെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ഹറാമ് സമ്പാദിക്കുന്നവർ, അവരോട് നമ്മൾ സംസാരിച്ചാൽ അവർക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിയാഞ്ഞിട്ടുമല്ല, അവരുടെ പൂർവ്വകാല ജീവിതം എന്ന് പറയുന്നത് ഇത്ര സൂക്ഷ്മതക്കുറവോടുകൂടെ ജീവിക്കുന്നതുമായിരിക്കില്ല. പക്ഷെ പതുക്കെ പതുക്കെ ദീനിൽ നിന്ന് അകന്നാൽ, റബ്ബിനോടുള്ള ഭയം അകന്നുപോയാൽ, മനസ്സിൽ ആ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് സമ്പാദിക്കുന്നിടത്തുള്ള ഒരു സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിനോട്
പിന്നെ യഥാർത്ഥത്തിലുള്ള ഒരു ലജ്ജ വെച്ച് പുലർത്തണം. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നസ്തഹി വൽഹംദുലില്ലാ, പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ ലജ്ജ കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസദാക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച ലജ്ജയെക്കുറിച്ചല്ല ഞാൻ ഉത്ബോധിപ്പിക്കുന്നത്, മറിച്ച് ലജ്ജ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജയാണ്. എങ്ങനെയാണ് റഹ്മാനായ റബ്ബിനോട് ലജ്ജ കാണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ എടുത്തെണ്ണി പറയുകയുണ്ടായി. നിങ്ങൾ നിങ്ങളുടെ തല സൂക്ഷിക്കണം, നിങ്ങളുടെ അവയവങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ പിന്നെ വയറിനെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ വയറിനോട് ചുറ്റിപ്പറ്റിയുള്ള അവയവങ്ങൾ സൂക്ഷിക്കണം എന്നിങ്ങനെ വിശദീകരിച്ച് പറയുകയുണ്ടായി. എന്നിട്ട് ഇതൊക്കെ പാലിക്കുന്നവരെ സംബന്ധിച്ചാണ് അവരാണ് അള്ളാഹുവിനോട് യഥാർത്ഥമായ ലജ്ജ കാണിക്കുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഥവാ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ ആളുകൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു കുറവ് തോന്നുക എന്നതാണല്ലോ ലജ്ജ. സമ്പാദിക്കുന്നത് മറ്റാരും അറിയുന്നില്ലെങ്കിലും, മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് എൻ്റെ സമ്പാദനത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് അറിയുന്നു എന്ന ബോധ്യം ഉണ്ടായിരിക്കെ തന്നെ അത് ഹറാമാണ്, റബ്ബ് നിഷിദ്ധമാക്കിയതാണ്, അവൻ അടുക്കരുത് എന്ന് പറഞ്ഞതാണ് എന്ന ബോധ്യമുണ്ടായിട്ടും, റഹ്മാനായ റബ്ബ് കാണുന്നു എന്ന ബോധ്യമുണ്ടായിട്ടും ഒരു കുറവ് തോന്നാതിരിക്കുക, അതാണ് റഹ്മാനായ റബ്ബിനോടുള്ള ലജ്ജയില്ലാത്ത സ്വഭാവം കാണിക്കുന്നവർ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ കേട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ 2 കാലുകളും മുന്നോട്ട് വെക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. ഒന്നാമത്തേത് അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, അതെവിടെയാണ് നശിപ്പിക്കപ്പെട്ടത്. വാൻ ഇൽമിഹി ഫീമ ഫഅൽ, അവൻ്റെ അറിവിനെ കുറിച്ച് ചോദിക്കും, എന്താണ് ആ നേടിയ അറിവ് കൊണ്ട് പ്രവർത്തിച്ചത് എന്ന്. വാൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖഹു, സമ്പത്തിനെ കുറിച്ച് 2 കാര്യങ്ങൾ അവനോട് ചോദിക്കപ്പെടും. ഒന്ന്, എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു. രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട വിഷയമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പാടില്ല. സമ്പാദിച്ചത് ഇത് ചെലവഴിക്കുന്നിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിക്കും. അത് എത്ര ചെറുതാണെങ്കിലും ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ഭയം നഷ്ടപ്പെട്ടു പോവുക, അത് പതുക്കെ പോകുന്നതാണ്. പതുക്കെ ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ആ ബോധ്യം നഷ്ടപ്പെട്ടാൽ ഞാൻ സമ്പാദിക്കുന്നത് 1 ആയാലും 2 ആയാലും 1000 ആയാലും ലക്ഷങ്ങളായാലും, അത് എത്ര ഇഞ്ച് സ്ഥലമാണെങ്കിലും കൂടുതലാണെങ്കിലും റബ്ബ് ചോദിക്കും, ഇത് എവിടെ നിന്ന് സമ്പാദിച്ചു, ഇത് പരിശുദ്ധമാണോ, സ്വർഗത്തിന് അള്ളാഹു പിന്നെ വെച്ചിട്ടുള്ള മാനദണ്ഡമായ ത്വയ്യിബിനോട് ഈ സമ്പാദ്യം യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായും ഹലാല് ഹറാമ് നോക്കാതെ ആളുകൾ സമ്പാദിച്ചു തുടങ്ങും. രണ്ടാമതൊന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് തഅജീൽ ഉണ്ടാവുക, സമ്പത്ത് വേഗം ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടാകുക. സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് സമ്പത്ത്, അത് പിന്നെ പതുക്കെയാണ് അതിൻ്റെ വളർച്ചയുണ്ടാവുക. അതിൻ്റെ രീതി അങ്ങനെയാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷെ പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, പെട്ടെന്ന് ദുനിയവിയായ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിന് ക്ഷമ കാണിക്കാത്തവർ, അവർ സ്വാഭാവികമായും ഹലാലുകൾ മാത്രം നോക്കിയിരിക്കുക എന്ന് അവരുടെ മനസ്സ് കൊതിക്കുകയില്ല, അതിൽ തൃപ്തിപ്പെടുകയില്ല. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അത്യാഗ്രഹം ഉണ്ടായിരിക്കുക, കിട്ടിയതിൽ ഖനാഅത്തു നഫ്സ് ഇല്ലാതിരിക്കുക. വളരെ മനോഹരമായ ഒരു ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാ ദിഇബാനി ജാഇഅനി ഉർസില ഫീ ഗനമിൻ, 2 വിശന്നു നിൽക്കുന്ന ചെന്നായ്ക്കളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? എത്ര പെട്ടെന്നായിരിക്കും ആ ആടുകളുടെ കഥ ആ ചെന്നായ കഴിച്ചു കളയുക. ബി അഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശർഫി ലിദീനിഹി, അതിനേക്കാൾ മോശമായിട്ടായിരിക്കും സമ്പത്തിനോടുള്ള ഒരു മനുഷ്യന്റെ താല്പര്യം അവൻ്റെ ഔന്നിത്യത്തെയും അവൻ്റെ ദീനിനെയും തകർത്ത് കളയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ പഠിപ്പിക്കാൻ. നോക്കൂ, ഒരു വിശന്ന് നിൽക്കുന്ന ചെന്നായെ ഒരാട്ടിൻപറ്റത്തിലേക്ക് കയറ്റി വിട്ടാൽ, 2 ചെന്നായെക്കുറിച്ച് പറയാണ്, ഒരാടും. നോക്കൂ, എത്ര വളരെ മനോഹരമായിട്ടാണ് പ്രവാചകൻ അത് ഉപമിക്കുന്നത്. വിശന്ന് നിൽക്കുന്ന 2 ചെന്നായ്ക്കളെ ഒരൊറ്റ ആടിനെ കൊടുത്ത് കഥ കഴിക്കാൻ തീരുമാനിച്ചാൽ എത്ര പെട്ടെന്ന് അത് നശിച്ചു പോകും. അതിനേക്കാൾ പെട്ടെന്ന് നശിച്ചു പോകും ഒരു മനുഷ്യൻ അവൻ്റെ ദീനിനെ ഇല്ലാതാക്കി കളയും. പണത്തിനോട് ആർത്തി ഉണ്ടായാൽ, സമ്പത്തിനോട് അത്യാഗ്രഹം ഉണ്ടായാൽ, ആ ആഗ്രഹം അവൻ്റെ പദവിയെയും ബഹുമാനത്തെയും ഒക്കെ നശിപ്പിച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ 4 കാര്യങ്ങളെ തൊട്ട് നിത്യവും പ്രാർത്ഥിച്ചിരുന്നു. അതിലൊന്നാണ് ഖനാഅത്തു നഫ്സിന് വേണ്ടിയുള്ള പ്രവാചകന്റെ പ്രാർത്ഥന. അള്ളാഹു, നീ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, എല്ലാവരെ പോലെ ഒന്നും ജീവിക്കാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അടുത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന എല്ലാ അനുഭൂതികളും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുമായിരുന്നെങ്കിൽ പിന്നെ സ്വർഗത്തിന് എന്ത് പ്രസക്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അർസാഖക്കും കമാ അഖ്ലാഖക്കും കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും. അള്ളാഹു നിങ്ങൾക്കിടയിൽ സ്വഭാവത്തെ വിഭിന്നമാക്കിയിട്ടുണ്ട്, ഏതുപോലെ റിസ്ക് വിഭിന്നമാക്കിയതുപോലെ. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. റഹ്മാനായ റബ്ബ് ഒരു കാലഘട്ടത്തിലും അവൻ്റെ സുന്നത്താണ്, അവൻ്റെ എല്ലാ അടിമകൾക്കും ഒരുപോലെ അവൻ ദുനിയവിയായ അനുഗ്രഹങ്ങൾ നൽകാറില്ല.
അതുകൊണ്ട് പരിസരത്തേക്ക് നോക്കി, ചുറ്റുപാടിലേക്ക് നോക്കി, എൻ്റെ അതേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, എൻ്റെ അതേ പ്രായമുള്ള ആളാണ്, അയാൾ എന്തൊരു നിയമത്തിലാണ് കഴിയുന്നത്, നമുക്കാകാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നി തുടങ്ങുന്നിടത്ത് നമ്മുടെ ഹലാൽ ഹറാമിൻ്റെ പരിശുദ്ധതയെ തന്നെ അത് നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് തന്നെ പൂർത്തിയാക്കുമ്പോൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾ ഓരോരുത്തരുടെയും രേഖയിൽ അവൻ എന്ത് ഭക്ഷിക്കുമെന്നതിനെ കുറിച്ച് ഓരോരുത്തരുടെയും രേഖകളിൽ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭക്ഷിക്കാതെ ഒരാളും ഇവിടെ നിന്ന് കടന്നു പോവുകയില്ല, അവരുടെ മരണം അവരെ കണ്ടെത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സ് കൊതിക്കുന്നതെല്ലാം നേടാൻ ഈ ദുനിയാവിൽ നിന്ന് കഴിയില്ല. അതിനാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബ് സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർ ആഗ്രഹിക്കുന്നതൊക്കെ ആ ലോകത്ത് അവർക്കുണ്ട്, നൽകപ്പെടും എന്ന് പറഞ്ഞത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടില്ല, പരിശ്രമിച്ചാലും കിട്ടില്ല. നമ്മൾ നന്നായി പരിശ്രമിച്ചു, 100% കമ്മിറ്റ്മെന്റോടുകൂടെ പരിശ്രമിച്ചു, കിട്ടണമെന്ന് ഉറപ്പില്ല. കാരണം ഇന്നല്ലാഹ യുഅ്തി ദുനിയ ലിമൻ യുഹിബ് വമൻ ലാ യുഹിബ്. അള്ളാഹു ദുനിയാവും അതിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ ഉറപ്പ് മുഅ്മിനീങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. അത് റബ്ബിൻ്റെ ഇഷ്ടത്തിൻ്റെ മാനദണ്ഡവുമല്ല. അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ദുനിയാവ് കൊടുക്കും. വലാ യുഅ്തി ദീന ഇല്ലാ മൻ യുഹിബ്. എന്നാൽ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും തൗഫീഖും അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഹലാൽ ഹറാമ് നോക്കി മാത്രം സമ്പാദിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു, അത് ദീനാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല. അതുകൊണ്ട് അവിടെ ഒതുങ്ങാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നർത്ഥം. മറ്റൊരു കാരണം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ആളുകൾ സ്വയം താല്പര്യത്തിനു വേണ്ടി ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കും. അവിടെ പിന്നെ സ്വയം താല്പര്യങ്ങളാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകും അൽ കദിബ ഹാദാ ഹലാലുൻ വ ഹാദാ ഹറാം. ഒരു കാര്യം ഹലാലാണ്, ഹറാമാണ്, ഇത് അനുവദനീയമാണ്, ഇത് അനുവദനീയമല്ല എന്ന് നിശ്ചയിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അവകാശമാണ്, റബ്ബിൻ്റെ മാത്രം അവകാശമാണ്. ആ അവകാശത്തിലേക്ക് കൈകടത്തി നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നത് കണ്ട് അതിക്കാലഘട്ടത്തിൽ അതൊക്കെ ഇല്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകുക സാധ്യമല്ല. അത് ഇക്കാലഘട്ടത്തിൽ, പണ്ടൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, അതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞത് എത്ര കാലമാണ് നമുക്ക് ഇതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ന്യായങ്ങൾ കൊണ്ടുവന്ന് ഇതൊന്നും അത്ര പ്രശ്നമുള്ള കേസല്ല, ഇതൊക്കെ അനുവദനീയമാണ് എന്ന് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ചില കാര്യങ്ങളെ മതപരമായുള്ള ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കുന്ന ചിലരുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ പാടില്ല. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അവർ വിജയിക്കുകയില്ല, അവർക്ക് രണ്ട് ലോകത്തും വിജയമുണ്ടാവുകയില്ല. താൽക്കാലികമായി ആസ്വാദനങ്ങളോ അനുഭൂതികളോ ഒക്കെ കിട്ടിയെന്ന് വരാം, പക്ഷേ ആത്യന്തികമായ വിജയം ഒരിക്കലും അവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ഏറ്റവും ഗുരുതരമായ കാരണം ഹറാം ഭക്ഷിക്കുന്നതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തവരാണ്. ഇപ്പോൾ ഇവിടുന്ന് നേടിയത് ആസ്വദിക്കാൻ പറ്റില്ല എന്ന അടിസ്ഥാനപരമായ ഒരു കാരണം ഉണ്ടല്ലോ, നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. മുൻഗാമികളായ ആളുകൾ, ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട്, ഉപജീവനം അന്വേഷിച്ച് പോകുന്ന ആളുകളോട്, ചിലപ്പോൾ ജോലിക്കൊന്നും പോകുന്ന ആളുകളല്ല, സ്ഥിരമായി നമ്മൾ പോകുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു സാമ്പ്രദായം പോലെ 9 മണി മുതൽ 5 മണി വരെ ജോലിക്ക് പോകുന്നവരൊന്നും ആകില്ല. തൊഴിലറിയുന്നവർ, ചിലതൊക്കെ കിട്ടിയാൽ അത് വാങ്ങി വിൽക്കാൻ പറ്റുന്നവർ, അങ്ങനത്തെ മാനസികാവസ്ഥയിൽ വീട് വിട്ടു പോകുന്നവരായിരിക്കും. അവരോട് പറയും, ദാ നോക്കൂ, ഇത്തഖില്ലാഹ ഫീ റിസ്ഖിനാ, ഇവിടേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഫഇന്നാ നസ്ബിറു അലൽ ജൂ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ വലാ നസ്ബിറു അലന്നാർ, നരകം നമുക്ക് സഹിക്കുക സാധ്യമല്ല, അത് ഓർത്തോളൂട്ടോ എന്ന് പറയാറുണ്ടായിരുന്നു. ഈ ആത്യന്തികമായ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് ആളുകൾ മറന്നു പോവുക. ഇവിടെ നിന്ന് സഹോദരങ്ങളെ, എല്ലാം നമുക്ക് ക്ഷമിക്കാൻ പറ്റും, എല്ലാം ക്ഷമിക്കാൻ പറ്റും. ഏത് പ്രയാസത്തെയും തരണം ചെയ്യാൻ ഈ ലോകത്ത് നമുക്ക് പറ്റും. ഇനി അതിൻ്റെ അവസാനം എന്തായിരിക്കും? അത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത കോലത്തിൽ ഒരു പരീക്ഷണം നമുക്ക് വന്നു, രോഗമായിട്ടോ വേദനകളായിട്ടോ പരിഹാസങ്ങളായിട്ടോ ഒക്കെ വന്നു. ഓക്കെ, എന്തായിരിക്കും അതിൻ്റെ അവസാനം? മരണമാണല്ലോ. അതിനേക്കാൾ വലിയ വേദന സഹിക്കാനില്ലല്ലോ. എന്നാൽ ആ മരണത്തോടുകൂടെ തുടങ്ങുന്ന ഒരു ജീവിതത്തിൽ ഇവിടെ നിന്ന് ഹറാമുകൾ സമ്പാദിച്ചു പോയവർ, ഹലാൽ ഹറാമുകൾ പരിഗണിക്കാതെ സമ്പാദിച്ചു പോയവർ, അവർക്ക് നേരിടേണ്ടി വരുന്ന വേദനയെക്കുറിച്ച് മറന്നു പോകുന്നവരാണ് ഇതിൽ ചെന്നുപെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ വദമുൻ നബത അലാ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. ഏതെങ്കിലും ഒരു കണിക കൊണ്ട്, ഹറാമായ ഭക്ഷണം കൊണ്ട് കഴിച്ചവർ, ആ ഒരു ദമോ അല്ലെങ്കിൽ ലഹ്മോ അഥവാ മനുഷ്യന്റെ ഇറച്ചിയോ അല്ലെങ്കിൽ അവന്റെ രക്തമോ ഹറാമിന്റെ ഏതെങ്കിലും ഒരു കണിക കൊണ്ട് വളർന്നതാണെങ്കിൽ
അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എത്ര വലിയ നഷ്ടമാണ് അത്തരം ആളുകൾ സമ്പാദ്യത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല നോക്കൂ, ഈ ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്നത് ആസ്വദിക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പലിശക്ക് പിന്നെ ലോൺ എടുത്ത് വീട് വെക്കുക, ആ വീട് പണി പൂർത്തിയായി ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. പക്ഷേ ആ ലോൺ അങ്ങനെ ഒരു പലിശ ഇടപാടോടുകൂടെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം നമ്മൾ 1000 വട്ടം മനസ്സിൽ ഓർത്തോളൂ. ആ സമ്പത്ത് ഹറാമായ മാർഗത്തിലൂടെയാണ് കയറിയിരിക്കുന്നത് എങ്കിൽ അവർക്ക് പിന്നെ സ്വർഗത്തെ സ്പർശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നഷ്ടമാണ് ഇരുലോകത്തും ഉണ്ടാവുക. ഇനി മറ്റുള്ളവരുടെ സമ്പത്ത് കൈക്കലാക്കുന്ന മനോഭാവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമിൻ ബി യമീനിഹി, ആരെങ്കിലും മറ്റൊരു മുസ്ലിമിന്റെ അവകാശത്തിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് കവർന്നെടുത്താൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അവൻ അള്ളാഹു നരകം നിർബന്ധമാക്കിയിട്ടുണ്ട്. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂൽ വളരെ ലഘുവായ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ, അത്ര ഗൗനിക്കാത്ത ചെറിയ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ, അതിനും ഈ പറഞ്ഞതുപോലെ നരകം നിർബന്ധമാക്കുന്ന സ്വർഗം നിഷിദ്ധമാക്കുന്ന കൂലി കുറ്റം പ്രതിഫലം ഏറ്റുവാങ്ങേണ്ടി വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ കാന ഖദീബൻ മിൻ അറാഖ്, ഇതൊരു അറാഖിന്റെ കൊള്ളിയാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണ്. അത് ആ ഗൗരവത്തിൽ കവർന്നെടുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് എത്ര നിസാരമാണെന്ന് നമ്മൾ 1000 വട്ടം നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മനസ്സാൽ പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും മറ്റൊരുവന്റെ അവകാശത്തിൽപ്പെട്ട അർഹതയിൽപ്പെട്ടത് നിങ്ങൾ കവർന്നെടുക്കുകയാണെങ്കിൽ സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധവുമാണ് എന്നാണ്. പ്രാർത്ഥന സ്വീകരിക്കില്ല. എത്രയോ നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, നോമ്പിനും അല്ലാത്തപ്പോഴും ഒക്കെ റഹ്മാനായ റബ്ബിനോടും നമ്മൾ പ്രാർത്ഥിക്കും. ഹറാമ് കലർന്നു വന്ന ആളുകളുടെ പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ നിശ്ചയിച്ച് നമുക്ക് പറഞ്ഞു തന്നല്ലോ. ഒരു മനുഷ്യൻ യുത്തീലു സഫർ, ദീർഘമായ യാത്ര നടത്തി, അശ്ഗസ അഗ്ബർ, അദ്ദേഹത്തിന്റെ വസ്ത്രവും മുടിയുമൊക്കെ ജട കുത്തിപ്പോയിട്ടുണ്ട്. യുത്തീലു യദൈ, അദ്ദേഹത്തിന്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്അമുഹു ഹറാം മശ്റബഹു ഹറാം മൽബസഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുക? അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ സമ്പാദ്യത്തിൽ ഹറാമുണ്ട്, പിന്നെ എങ്ങനെ റബ്ബ് അവന് ഉത്തരം നൽകുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. മരണശേഷം നമുക്ക് കിട്ടേണ്ട സ്വർഗത്തെക്കുറിച്ച്, ഖബർ രക്ഷയെക്കുറിച്ച് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. ഏതെങ്കിലും വിധേന സമ്പത്തിൽ ഹറാമ് കലർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് റബ്ബ് നമ്മുടെ പ്രാർത്ഥന തടഞ്ഞു വെക്കുമെന്ന വളരെ ഗുരുതരമായ ഒരു കാര്യത്തെക്കുറിച്ചുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു റിസ്കിനെ അവലംബിച്ച് പോകുന്നിടത്ത് ഹറാമുകൾ കടന്നു വരാതിരിക്കാനുള്ള സസൂക്ഷ്മമായ ജാഗ്രത നമ്മൾ പുലർത്തണം. അതാണായാലും പെണ്ണായാലും അത് പുലർത്തണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സമ്പാദിക്കുന്നത് അത് ഹലാലായാലും ഹറാമായാലും അത് അനുഭവിക്കാൻ നമ്മൾ ഈ ലോകത്തുണ്ടാകുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല എന്നത് പല അധ്യായങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഓർമ്മപ്പെടുത്തലുകൾ റഹ്മാനായ റബ്ബ് നൽകുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വളരെ നെട്ടലോടുകൂടെയാണ് ആ വാർത്ത കേട്ടതും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഇന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ. നോക്കൂ, നമ്മൾ ആകസ്മികമായി വരുന്ന മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക ഒരു അറ്റാക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടോ ഒക്കെ മരണപ്പെടാമെന്നായിരിക്കും. ഇന്നലെ ആ വിമാനം തകർന്നുണ്ടാകുന്ന ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ആലോചിക്കുന്നുണ്ടോ ഒരു വിമാനം അത് മുകളിലൂടെ പറന്നു പോകുന്നത് തകർന്ന് അവരുടെ ബിൽഡിങ്ങിന് മുകളിലേക്ക് വീണ് ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാകുമെന്ന്? ഒരിക്കലും. വളരെ ദീർഘമായ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നാണ് അവരുടെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുമെന്ന് നമുക്കൊരു ഉറപ്പും ആരും നൽകുന്നില്ല. നമ്മൾ തുടങ്ങുന്ന യാത്ര അവസാനിപ്പിക്കുമെന്ന് ഒരു ഉറപ്പും നമുക്ക് ആരും നൽകുന്നില്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തന്നെ കിട്ടുന്നൊരു നിർഭയത്വം, ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിർഭയത്വം, അത് നമ്മളെപ്പോഴും
ഇടപഴകി പരിചയിച്ച സ്ഥലമാകുമ്പോൾ കൂടുതലൊരു നിർഭയത്വം നമുക്ക് തോന്നാൻ. അവിടെ ഇരുട്ട് വന്നാലും നമുക്ക് കുഴപ്പമില്ല, ശബ്ദം ഉണ്ടായാലും നമുക്ക് കുഴപ്പമില്ല, മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ, നമ്മുടെ വീടാണ്. അവിടെ ഭയങ്കര നിർഭയത്വത്തോടു കൂടെയാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ സ്വയമേ വിശ്വസിക്കാൻ. അവിടെ പിന്നെ ഒരു വർഷക്കാലത്തേക്ക് കൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പിന്നെ മങ്ങിയിട്ടില്ലാത്ത ചിത്രമായി കഴിഞ്ഞ വർഷത്തെ ഒരു ഉരുൾപൊട്ടലും ചിത്രമൊക്കെ ഉണ്ട്. നോക്കൂ, അവിടെ കിടന്നുറങ്ങിയവർ നാളെ രാവിലെ എഴുന്നേറ്റ് പല നിലക്കുള്ള പിന്നെ സാഹചര്യങ്ങൾക്ക് പോകാൻ വേണ്ടി തയ്യാറായി കിടന്നുറങ്ങിയവരുണ്ടാകും. വിവാഹത്തെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവരുണ്ടാകും. ജോലിയിലേക്ക് പോകാൻ, പുതിയ ജോലിയിലേക്ക് പോകാൻ ആഗ്രഹത്തോടുകൂടെ കിടന്നുറങ്ങിയവരുണ്ടാകും. ഇല്ല, ഇങ്ങനെ പല നിലക്ക് മാനസികാവസ്ഥയിൽ കിടന്നുറങ്ങിയവരുണ്ടാകും. പക്ഷെ അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വീടില്ല, നാടില്ല, അവരുടെ തന്നെ ശരീരഭാഗങ്ങൾ പലയിടത്തേക്കും എത്തിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഒരു നേരം പുലരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അന്നഹു ഹുവ അൽഹക വ അബ്ക അന്നഹു ഹുവ അമാത വ അഹിയ. അവനാണ് ചിരിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, പിന്നീടൊരു ജീവിതം നൽകി പുനർജീവിപ്പിക്കുന്നവനും റഹ്മാനായ റബ്ബ് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരവസ്ഥയിൽ സ്വാഭാവികതയിൽപ്പെട്ട് നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മളെ വിസ്മരിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പിന്നെ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടെ കാണേണ്ടതുണ്ട് എന്നർത്ഥം. ഏത് രംഗത്തും അങ്ങനെയാണ്. ആ ഓർമ്മ മനസ്സിലുള്ളിടത്തോളം കാലം ഒരു സംശുദ്ധി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റും. അൽ മൗതു വാഇദുൻ എന്ന് സാധാരണ പറയാറുണ്ട്. മരണമാണ് ഏറ്റവും നല്ല ഉപദേശകൻ. കുറേ നേരം കേൾക്കുന്നൊരു പ്രഭാഷണത്തെക്കാൾ നന്നായി ഒരു മരണം അത് നമ്മൾ ഉപദേശിക്കുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം വസ്തുതകളെ കൂടുതൽ യഖീനോടുകൂടെ, കൂടുതൽ ഉണർവോടുകൂടെ കാര്യങ്ങളെ വിചിന്തനത്തിനുള്ള ഒരവസരമാക്കി സ്വാഭാവികമായും എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ ഇഷ്ടവും അവൻ്റെ തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു വീട്ടിൽ ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിൻ്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും നേരിടുന്ന ഫിത്തനകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം റഹ്മാനെ. മസീഹുദ് ദജ്ജാലിൻ്റെ വമ്പിച്ച ഫിത്തനയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വ അഅ്മാലനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم فاغفر لنا يا غافر المجرمين آمين آمين برحمتك يا أرحم الراحمين.